അമേരിക്കയിലെ സെന്റ് പോളിൽ പാർക്കിംഗ് ഗ്യാരേജ് വാടകയെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് അപ്പാർട്ട്മെന്റ് ജീവനക്കാരായ 3 പേർ വെടിയേറ്റ് മരിച്ചു. സംഭവത്തിൽ അപ്പാർട്ട്മെന്റിലെ താമസക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമേരിക്കയിലെ സെന്റ് പോളിലാണ് ദാരുണമായ കൊലപാതകം നടന്നത്. ഹൈലാൻഡ് പാർക്ക് മേഖലയിലെ ഒരു അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ തിങ്കളാഴ്ച വൈകുന്നേരമാണ് സംഭവം. അപ്പാർട്ട്മെന്റിലെ ലീസിംഗ് ഓഫീസിലുണ്ടായ വെടിവയ്പിൽ 3 ജീവനക്കാർ കൊല്ലപ്പെട്ടു. നാൻസി ഫ്യൂൻസ് സംബ്രാനോ, ഡീന സിൽകോക്സ്, ആദം വിൽവർഡിംഗ് എന്നിവരാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് എത്യോപ്യൻ വംശജനായ സെഗാബ് ബിനെസു എന്ന 30-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതേ അപ്പാർട്ട്മെന്റിലെ താമസക്കാരനാണ് ഇയാൾ. 3 കൊലപാതകങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കുറ്റം തെളിഞ്ഞാൽ ഓരോ കൊലപാതകത്തിനും 40 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാം. അപ്പാർട്ട്മെന്റിലെ പാർക്കിംഗ് ഗ്യാരേജ് വാടക റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. പ്രതിമാസം നൽകേണ്ടിയിരുന്ന $65 പാർക്കിംഗ് കരാർ ഒഴിവാക്കാൻ അപ്പാർട്ട്മെന്റ് അധികൃതർ വിസമ്മതിച്ചതാണ് പ്രകോപനത്തിന് കാരണമായത്. ഓഫീസിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതി ജീവനക്കാർക്ക് നേരെ നിറയൊഴിക്കുന്നത് വ്യക്തമായിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. സംഭവ സ്ഥലത്ത് നിന്ന് വെടിയുതിർത്ത 21 വെടിയുണ്ടകളുടെ കവചങ്ങൾ കണ്ടെടുത്തു. എത്യോപ്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരനായ തനിക്ക് അമേരിക്കൻ വ്യവസ്ഥിതിയിൽ കടുത്ത വിവേചനം നേരിടേണ്ടി വന്നതായി പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നു. ട്രക്ക് ഡ്രൈവറായി ഇയാൾ ജോലി ഉപേക്ഷിച്ച് അമേരിക്കൻ നാവികസേനയിൽ ചേരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇതിന്റെ ഭാഗമായി വാഹനം വിൽക്കാനും പാർക്കിംഗ് കരാർ ഒഴിവാക്കാനും ശ്രമിക്കുന്നതിനിടെയാണ് തർക്കമുണ്ടായത്. കൊല്ലപ്പെട്ട നാൻസിയുടെ കാറുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. സംഭവത്തിന് ഞെട്ടലിലാണ് പ്രദേശവാസികൾ. പ്രതിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇരകൾക്ക് നീതി ഉറപ്പാക്കണമെന്നും റാംസി കൗണ്ടി അറ്റോർണി ജോൺ ചോയി വ്യക്തമാക്കി. കേസിൽ കോടതി നടപടികൾ ഇന്ന് ആരംഭിക്കും. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.